അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോർ എന്ന ശാസ്ത്രജ്ഞന്റെ തിയറി മുഴുവനായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിൽ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി പറയാം. മാത്രമല്ല നിങ്ങൾ വീഡിയോ കാണണം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ കാണണമെന്ന് മാത്രമല്ല, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ ഒരു വിവരം എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാലൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷന്റെ ഡെറിവേഷനും മാത്രമല്ല ഒരു ഇലക്ട്രോണിന്റെ എനർജി കാണാനുള്ള ഇക്വേഷന്റെ ഡെറിവേഷനുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർബിറ്റിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ്. ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന്റെ ഒന്നാമത്തെ ഓർബിറ്റാണ് ഈ കാണുന്നത്. ഈ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ കിടക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ആ റേഡിയസ്, ആ ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ്. ഈ രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് രണ്ടാമത്തെ ഓർബിറ്റ്. ആ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ഡെറിവേറ്റ് ചെയ്യാം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ അഥവാ ഒരു ആറ്റത്തിലെ ഓർബിറ്റും ന്യൂക്ലിയസും തമ്മിലുള്ള റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ 53 n² പൈക്കോമീറ്റർ എന്നാണ്. 53 n² പൈക്കോമീറ്റർ. എന്താണ് അതിൻ്റെ ഉള്ള ഉദ്ദേശം? 53 കൊണ്ട് n², n എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലാണോ, ഏത് ഷെല്ലിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണോ നമുക്ക് കാണാനുള്ളത്, ആ ഷെല്ലാണ് n. ആ എന്നിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൈക്കോമീറ്റർ വാല്യൂലുള്ള റേഡിയസ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻ അവസാനം നമുക്ക് കിട്ടിയത്? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ഡെറിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ കുളോംബിക് ഫോഴ്സ് അഥവാ FA. എന്താണ് FA? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ ഒരുപാട് കേട്ടറിഞ്ഞതാണ്. ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടെന്ന്. ആ അട്രാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് ആ അട്രാക്റ്റീവ് ഫോഴ്സ്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ അല്ലേ? അതിനെ കുളോംബിക് ഫോഴ്സ് എന്നുകൂടി നമ്മൾ വിളിക്കും. പിന്നെ എഫ് സി എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അഥവാ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ന്യൂക്ലിയസ് ഇതിൽ വന്ന് പതിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതൊരു ഫിക്സ്ഡ് പാത്തിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫിക്സ്ഡ് പാത്തിലൂടെ ഇതിനെ കറങ്ങാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അഥവാ ഈ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനോട് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സിന്റെ ഫലത്താലാണ് ഈ ഫിക്സ്ഡ് പാത്തിൽ അതിനിങ്ങനെ കറങ്ങാൻ സാധിക്കുന്നത്. ആ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അഥവാ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ഇതിനോട് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സിനോട് തുല്യമായ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ, തുല്യമായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പാത്തിൽ അതിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അതിലേക്കാൾ കൂടുതലാണ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് തെറിച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ ഇതിലേക്ക് വീഴും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് എതിരെയുള്ള ഫോഴ്സായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈക്വൽ ആയതുകൊണ്ടാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ FA, ഈ FAയോട് ഓപ്പോസിറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് മൈനസ് എന്ന് ചിഹ്നം ഇട്ടത്. മനസ്സിലായോ? ഞാൻ ഒരുപാട് തവണ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സംശയമായിട്ടില്ലല്ലോ? സംശയമായിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമുക്കത് പരിഹരിക്കാം. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ FA ഈസ് അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ്
charge of proton. Okay, Fa is directly proportional to charge of electron and charge of proton, and inversely proportional to, okay, and inversely proportional to radius in the square, r square. Okay, അപ്പോൾ മൈനസ് ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ഒരു ചിഹ്നമാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ, നെഗറ്റീവാണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് ചിഹ്നം ഇവിടെ വന്നത്. പിന്നെ ചാർജ് ഓഫ് പ്രോട്ടോൺ എന്നതിൻ്റെ ഒരു ചിഹ്നം അത് ZE ആണ്, ZE ആണ് ചാർജ് ഓഫ് പ്രോട്ടോണിൻ്റെ. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്താ, പോസിറ്റീവാണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് അതിൻ്റെ മുമ്പിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടതാണ്, എന്നാലേ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് ശ്രദ്ധിച്ചില്ലേ, Fa ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ചാർജ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ എന്ന്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നതാണ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്ത കോൺസ്റ്റന്റ് ആണ് 1/4πε0. ഈ 1/4πε0 എന്ന കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഈ മേലെ കണ്ട ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇതാ ZE സ്ക്വയർ, പോസിറ്റീവ് ZE സ്ക്വയറിനെ നെഗറ്റീവ് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -ZE ഹോൾ സ്ക്വയർ എന്നായി മാറി. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതാ ഈ രണ്ട് ഇ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ സ്ക്വയറായി മാറിയതാണ്, കൺഫ്യൂഷൻ ഇല്ല. ഇതാ പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെ ഒപ്പം വന്നപ്പോൾ അത് നെഗറ്റീവ് ചിഹ്നമായി മാറിയതാണ്. പിന്നെ r സ്ക്വയർ താഴെ തന്നെ, ഓക്കെ, സംശയമില്ല. പിന്നെ 1നെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ -ZE സ്ക്വയർ തന്നെ കിട്ടി, 4πε0 r സ്ക്വയർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ Fa ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി Faനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Fa എന്ന് പറഞ്ഞാൽ ഇന്ന നിബന്ധനകളൊക്കെ പാലിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി FC എന്താ? അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, mv²/r. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, mv²/r. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് നേരെ ആ ഡെറിവേഷനിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് Fa ഈക്വൽ ടു -ZD²/4πε0 r² എന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല FC ഈക്വൽ ടു mv²/r എന്ന് പറയുന്ന ആ ഇക്വേഷൻ നമുക്കറിയാം. മാത്രമല്ല Fa ഈക്വൽ ടു -FC എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് Fa ഈക്വൽ ടു -FCയിലേക്ക് ഈ FCയെയും ഈ Faയെയും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ആ ഭാഗത്തും Faന്റെ ഭാഗത്ത് -ZD²/4πε0 r² ഇട്ട് കൊടുത്തു. FCന്റെ ഭാഗത്ത് mv²/r. FC മൈനസ് ഉണ്ടാവാനുള്ള കാരണം എന്താ? FCയോട് കൂടെ മൈനസ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഓപ്പോസിറ്റായി വന്ന ഫോഴ്സ് ആയതുകൊണ്ട്, ഫോഴ്സിന്റെ കാരണത്താലാണ്. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിലും മൈനസ് ഉണ്ട്, ഇതിലും മൈനസ് ഉണ്ട്. അപ്പോൾ ഞാൻ മൈനസ് ക്യാൻസൽ ചെയ്തു. മാത്രമല്ല ഇനിയും ക്യാൻസൽ ചെയ്യാലോ. ഇതാ ഈ ആറും ക്യാൻസൽ ചെയ്തു, ഒരു ആറാക്കി നമ്മൾ മാറ്റി. ആ ഒരു ഇക്വേഷൻ നേരെ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. അത്രേ ഉള്ളൂ, mv². ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം നമുക്ക് അറിയേണ്ടത്, ഇവിടെ ഒരു പൊതു കാര്യം നമുക്ക് അറിയേണ്ടത് എന്നല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, വി ഹാവ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. mvr ഈക്വൽ ടു nh/2π എന്ന് ബോർ തിയറിയിലെ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട്, mvr ഈക്വൽ ടു nh/2π. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് വിയെ മാത്രം ഒന്ന് എടുത്തെഴുതാം. v ഈക്വൽ ടു nh, അതായത് വീനെ ഇവിടെ നിർത്തിയാൽ m ഇവിടേക്ക് പോവും, r ഇവിടേക്ക് പോവും. അപ്പോൾ m ഇവിടേക്ക് വന്നു, r ഇവിടേക്ക് വന്നു. ആ ഒരു ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, nh/2πmr. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡും സ്ക്വയർ. അപ്പോൾ വിനെ സ്ക്വയർ ചെയ്തപ്പോൾ v² എന്ന് കിട്ടി. ഇതിനെ സ്ക്വയർ ചെയ്തപ്പോൾ എല്ലാ ഭാഗവും സ്ക്വയർ ചെയ്യണം. അപ്പോൾ n സ്ക്വയർ ചെയ്തു. അപ്പോൾ n², h², 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. പൈനെ സ്ക്വയർ ചെയ്തു, π² m² r². ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? രണ്ട് സൈഡും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുവരെ എനിക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ്, രണ്ട് സൈഡും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ mv² എന്ന് കിട്ടി. മാത്രമല്ല ഈ സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ mn², h². ഇതിനെ നേരെ താഴത്തെടുത്ത് ചെയ്ത് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അത്രേ ഉള്ളൂ. ഇനി മുകളിലും ഒരു m, താഴെ ഒരു m. അപ്പോൾ ഇവിടെ ഒരമ്മായി മാറി. ഓക്കെ അല്ലേ? ഇനി അത് നേരെ താഴത്തെടുത്ത് എഴുതി, mv² = n², h²,
4 പൈ സ്ക്വയർ എം ഇവിടെ കട്ട് ചെയ്തു. അപ്പോൾ ഒരു എം ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇതാ ഇവിടെ നമ്മൾ ZD² ബൈ 4πε0 mv സ്ക്വയർ എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആ ആദ്യം കണ്ടെത്തിയതിന് നാം ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അവസാനം നമ്മളൊരു mv² കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ 2 എന്ന് വിളിച്ചു. ഈ 1ഉം 2ഉം തമ്മിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതാ ZD², ഇതാ ഈ ZD² എന്നാ ഇവിടെ തന്നെ എഴുതി. ZD² ബൈ 4πε0 r = mv² ആയിരുന്നു. ആ mv² പകരം ഞാൻ ഈ mv², ഇവിടെ ഈ വാല്യൂ ഞാൻ താഴേക്കെടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആറിനെ നമുക്കൊന്ന് പുറത്തെടുക്കാം. നമുക്ക് ആറാണല്ലോ വേണ്ടത്, റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഈ ആറിനെ നമ്മളൊന്ന് പുറത്തെടുത്തു. അപ്പോൾ r = n² ε0 h² ബൈ പൈ എം ZD² എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത് ഞാനൊന്ന് സൈഡിലൊന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഇക്വേഷൻ ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അതായത് ഇതുവരെ കിട്ടിയത് നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ZD² ബൈ 4πε0 r = n² h² ബൈ 4πε0 mr². ഇത്രയാണ് നമുക്കുള്ളത്. ഇനി ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ളതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അതിനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. 4 കോമൺ ആണ്. മാത്രമല്ല ഒരു പൈ ഇവിടെ π² ഒരു പൈ, അപ്പോൾ ഒരു പൈ ഇവിടെ വന്നു. 4 ഇവിടെ 4πε0 ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു r², r ഇവിടെ നമുക്ക് ആറിനെ കട്ട് ചെയ്തു, ആറാക്കി എടുത്ത് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തു. ആ ഒരു സ്റ്റെപ്പ് നമ്മളൊന്ന് ഉഷാറാക്കിയിട്ട് താഴേക്ക് എടുത്ത് ചെയ്തു. ZD² ബൈ ε0 = n² h² ബൈ 4πmr. ആ മുകളിലുള്ള സ്റ്റെപ്പ് നമ്മളൊന്ന് ചുരുക്കിയിട്ട് താഴെ എടുത്ത് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ആറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഈ ആറിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക. ഈ ZD-നെ ഞാൻ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആറിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി, ZD-നെ നേരെ ZD² താഴേക്കും കൊണ്ടുപോയി. സംശയമില്ല, അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ആറിനെ അവിടെ നിർത്തി ഈ ε0നെ ഞാൻ മുകളിലേക്കും കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് r = n² ε0 h² പൈ എം ZD² എന്നുള്ള ഇക്വേഷനായിട്ട് കിട്ടി. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ റേഡിയസ് കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്ന റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണോ? അല്ല. r = 53 n² പൈക്കോമീറ്റർ എന്നുള്ള ഇക്വേഷനാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ഇതാ r = n² ε0 h² ബൈ പൈ എം ZD² എന്നുള്ള ഇക്വേഷനിലാണ് നമ്മൾ അവസാനം എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നിനും ഓരോ വാല്യൂ കൊടുക്കാം. അതായത് n² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഓർബിറ്റിന്റെ നമ്പറാണെന്നറിയാം. n² എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ നമ്പറാണെന്നറിയാം. ഏത് ഓർബിറ്റും ന്യൂക്ലിയസും തമ്മിലാണോ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ളത്, ആ ഓർബിറ്റിന്റെ നമ്പറാണ് n. ഓക്കെ അല്ലേ? ഇനി ε0ന് ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. ε0ന്റെ വാല്യൂ ഈ കാണുന്നതാണ്, 8.854 എന്ന് തുടങ്ങിയുള്ള വാല്യൂ ആണ്. h അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന് ഒരു വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്, ഈ കാണുന്നതാണ്. ഞാനിത് വായിക്കണില്ല, ഒരുപാട് സമയമാണെന്ന് വിചാരിച്ചിട്ടാണ്. പയ്യന് ഒരു വാല്യൂ ഓൾറെഡി നമുക്കറിയാം. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. പിന്നെ ZD² എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ന്യൂട്രോൺ അല്ല, ചാർജ് ഓഫ് ന്യൂക്ലിയസ്. ഇത് നമ്മൾ ZD എന്താണ് ഇതിന്റെ തുടക്കത്തിൽ, ഈ വീഡിയോന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ZD എന്താണെന്ന് നമുക്കറിയാം. ZD = ചാർജ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന്റെ ചാർജും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രല്ല, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. ഇനി ഈ വാല്യൂ ഒക്കെ ഈ ഇക്വേഷനിൽ നമുക്കൊന്ന് കൊണ്ടുപോയിടാം. നമ്മൾ ഈ കണ്ട വാല്യൂ ഒക്കെ ഇക്വേഷനിൽ കൊണ്ടുപോയിടാം. അതായത് r = n² എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും, n² മാറിക്കൊണ്ടിരിക്കും, ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ള വാല്യൂ ഒക്കെ ഞാനതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ കൊണ്ടൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടും എന്തെന്നറിയോ, n² × 53 × 10⁻12 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ നമുക്ക്, അതായത് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന് നമുക്ക് അഥവാ 10⁻12 × m, അതായത് 10⁻12 മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻12 മീറ്റർ എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഈ 10⁻12
മീറ്ററിന് പകരം ഞാൻ പൈക്കോമീറ്റർ എന്ന് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ n² 53 പൈക്കോമീറ്റർ എന്ന് എനിക്ക് എഴുതാൻ പറ്റി. അതിനൊന്ന് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എഴുതി r = 53 n² പൈക്കോമീറ്റർ. ഇതാണ് നമ്മുടെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ. ഒരു ഓർബിറ്റും ആ ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റേഡിയസ് ഓഫ് ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഓഫ് ആൻ ഓർബിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് 53 n² പൈക്കോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഹൈഡ്രജനിൽ എത്ര ഓർബിറ്റാണ് ഉള്ളത്? വെറും ഒരൊറ്റ ഓർബിറ്റാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന എന്നിന് പകരം 1 എന്ന് എഴുതിയത്. അപ്പോൾ 53 × 1² പൈക്കോമീറ്റർ എന്ന് എനിക്ക് കിട്ടി, അഥവാ 53 പൈക്കോമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ എന്തൊക്കെയോ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആവർത്തിച്ച് പറയാണ്. അപ്പോൾ എൻ്റെ ആവർത്തനത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും അടുത്ത വീഡിയോ മുതൽ ഞാൻ അത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏതായാലും ഗുഡ് ബൈ. അടുത്ത വീഡിയോ നിങ്ങൾ കാത്തിരിക്കുക. മാത്രമല്ല ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.